അസ്സലാമു അലൈക്കും. അക്ഷരപ്പുലരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ യഥാർത്ഥ രൂപവുമായിട്ടാണ്. യഥാർത്ഥ കഥയെ ആസ്പദമാക്കി 2011 പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നുജൂദ് അലി, ഡെൽഫിൻ മിനോയ് കൂടിച്ചേർന്ന് എഴുതിയ ഈ പുസ്തകം ലോകത്തിൽ തന്നെ പല രാജ്യങ്ങളിലും സെൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇതൊരു യഥാർത്ഥ സംഭവം കൂടിയാണെന്ന് കൂടി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഭയാനകമായ കുറച്ച് രംഗങ്ങളുണ്ട്. എങ്ങനെ ഈ പെൺകുട്ടി ഇതൊക്കെ കടന്നുപോയി എന്നുള്ളത്. അതെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഞാൻ നുജൂദ്, വയസ്സ് 10, വിവാഹമോചിത. ഈ പുസ്തകം മനക്കരുത്തിൻ്റെ, ആത്മധൈര്യത്തിൻ്റെ അന്താരാഷ്ട്ര ബിംബം കൂടിയാണ്. ഷദ നസർ എന്ന അഭിഭാഷക കോടതി മുറ്റത്ത് ഒരു ചെറിയ പെൺകുട്ടി, വളരെ ചെറിയ പെൺകുട്ടിയെ കാണുമ്പോൾ ഈ പെൺകുട്ടി എന്താ ഇവിടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്താണ് ഈ ആൾക്കൂട്ടത്തിൽ ഈ ചെറിയ പെൺകുട്ടി വന്ന് പെട്ടുപോയതെന്ന് ചിന്തിച്ച് അവളെ താങ്ങിപ്പിടിച്ച് അവളോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല ആ പെൺകുട്ടിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് പിന്നിൽ ഇത്രയും ഭയാനകമായ ഒരു കഥ അല്ലെങ്കിൽ ജീവിതഭാരം ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന്. നുജൂദ് ഇങ്ങനെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഖാർജി എന്നൊരു ഗ്രാമത്തിൽ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത, അവർക്ക് സ്വന്തമായി ഒരു അഭിപ്രായം ശീലിതമില്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നും വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ് നുജൂദ്. ചെറിയൊരു പെൺകുട്ടി. നുജൂദ് റാണിയും രാജകുമാരിയും ഒന്നുമല്ല, ഒരു സാധാരണ പെൺകുട്ടി. അച്ഛനമ്മമാരുണ്ട്, വേണ്ടത്ര സഹോദരന്മാരുണ്ട്. അവളുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ പോലെ തന്നെ അവൾക്കും ഇഷ്ടമാണ് ഒച്ച വെച്ച് കളിക്കാനും മിഠായികൾ തിന്നാനും പഞ്ചാരപ്പാവുകൾ ഇട്ട അപ്പം ചുടാനും അതിൻ്റെ ആ ഒരു ചൂട് മണമുള്ള റൊട്ടി പിച്ചി ചീന്താനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നൊരു പെൺകുട്ടി. ചിത്രങ്ങൾ വരയ്ക്കാനും അവൾക്ക് വലിയ ഇഷ്ടമാണ്. ഒരിക്കലും കടൽ കണ്ടിട്ടില്ലാത്ത നുജൂദ് പലപ്പോഴും വെറുതെ സങ്കല്പിക്കും താൻ ഒരു കടലാമയാണെന്ന്. അവൾ ചിരിക്കുമ്പോൾ ഇവിടുത്തെ കവിളുകൾ തെളിയും. ചന്തമുള്ള കൊച്ചു നുണക്കുഴിയുള്ള പെൺകുട്ടി. 2008 ഫെബ്രുവരി, നല്ല തണുപ്പുള്ള തീരം. തെളിച്ചമില്ലാത്തൊരു ദിവസം. അവളുടെ ചുണ്ടിലെ വശ്യമായ ആ കുസൃതി ചിരി പെട്ടെന്ന് മാഞ്ഞു. എന്തുകൊണ്ടാണ് 2008 ആ ഫെബ്രുവരിയിൽ അവളുടെ ചിരി മാഞ്ഞത്? പെട്ടെന്നൊരു ദിവസം അവളുടെ ആബ വന്ന് പറയുകയാണ്, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നിൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. 10 വയസ്സ് പ്രായമുള്ള നുജൂദ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന നുജൂദ്, നിൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടെ മുമ്പിൽ നിൽക്കുന്ന ബാപ്പ പറയുമ്പോൾ ചിരിക്കണോ അതോ തൻ്റെ മേലിൽ കാണുന്ന ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചിന്തിച്ച് പേടിച്ചരണ്ട ആ പെൺകുട്ടിയുടെ മുഖം നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണാൻ പറ്റും. ഇതൊരു കഥയല്ല, ജീവിതാനുഭവങ്ങളുടെ ഭാരം പേറി മുന്നോട്ട് പോയ ബയോഗ്രഫിയാണ്. ഇത് എഴുതാൻ നുജൂദിനെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ അവൾ ഏറെ പ്രിയപ്പെട്ട് അവൾക്ക് ഏറെ താങ്ങായി നിന്ന ഒരു അഭിഭാഷിക കൂടിയുണ്ട്. ഈ ലോകം മുഴുവൻ തൻ്റെ ചുമലിലേക്ക് ഇടിഞ്ഞു വീഴുമോ? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിടുക്കത്തിൽ അവളുടെ വിവാഹം നടന്നു. പക്ഷേ അന്നേ ആ കൊച്ചു പെൺകുട്ടി മനസ്സിൽ ഉറപ്പിച്ചു, തൻ്റെ ശക്തി അത്രയും സംഭരിച്ച് എങ്ങനെയെങ്കിലും ദുരിതപൂർണമായ ആ വിധിയിൽ നിന്ന് രക്ഷപ്രാപിക്കുമെന്ന്. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ കഥയുടെ ആമുഖത്തിൽ ഇത് എഴുതിയവർ പറഞ്ഞ ഈ ഒരു ഭാഗം ഷദാ നസീറിൻ്റെ ഒരു വ്യാഖ്യാനമാണിത്. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, എങ്ങനെയാവും കല്യാണത്തിൻ്റെ മുമ്പ് തന്നെ ഈ കുട്ടി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക? കല്യാണം എന്താണെന്നോ അല്ലെങ്കിൽ ആ ഭാവി ജീവിതം, ഒരു മാരേജിൽ ലൈഫ് എന്താണെന്നോ, സെക്സ് എന്താണെന്നോ, അവിടെ കാണാൻ പോകുന്ന ദുരിതം എന്താണെന്നോ അറിയാത്തൊരു പെൺകുട്ടി എന്തിനായിരിക്കും കല്യാണശേഷം എത്രയും ശക്തി പ്രാപിച്ച് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് മനസ്സിൽ കരുതിയിരുന്നത്? അതിനും ഈ കഥയിൽ ഉത്തരമുണ്ട്. കഥയല്ല, ഈ ജീവിതാനുഭവത്തിൽ ഉത്തരമുണ്ട്. കാരണം അലി ഷോയ ദമ്പതികളുടെ 15ാമത്തെ പുത്രിയാണ് നുജൂദ്. 15 പുത്രിമാരിൽ മുമ്പുണ്ടായ എല്ലാ സഹോദരിമാരിൽ നിന്ന് ഒരേ ഒരു സഹോദരൻ മാത്രമാണ് നുജൂദിനുള്ളത്. അവരെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 15 പേരും നുജൂദിൻ്റെ മുമ്പിൽ കല്യാണം കഴിഞ്ഞ് അവരുടെ ജീവിതം തൻ്റെ കൺമുമ്പിൽ കണ്ടവളാണ് നുജൂദ്. തൻ്റെ സ്വന്തം സഹോദരി മറ്റൊരു സഹോദരിയുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിതം പങ്കുവച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും തൻ്റെ ജീവിതത്തിലൂടെ കണ്ടവളാണ് നുജൂദ്. ഈ ഒരു ജീവിതാനുഭവം കൊണ്ട് 10 വയസ്സായ കുട്ടി ഇതിൽ കൂടുതൽ എന്ത് ചിന്തിക്കാനാണ്?
അങ്ങനെ അവളുടെ കല്യാണം കഴിയുന്നു. എതിർക്കാനോ എതിർത്തെന്തെങ്കിലും പറയാനോ ഉള്ളൊരു അവകാശം നുജൂദിനുണ്ടായിരുന്നില്ല. പറഞ്ഞതനുസരിക്കുക മാത്രമായിരുന്നു. 16-ാം വയസ്സിൽ തൻ്റെ ഉമ്മയുടെ കല്യാണം കഴിയുമ്പോഴും ഉമ്മ ഒരക്ഷരം മിണ്ടിയിരുന്നില്ലായിരിക്കണം, നുജൂദ് ചിന്തിച്ചു. എന്നാൽ കുടുംബത്തെ ഒന്നും കൂടി വിപുലീകരിക്കണമെന്ന ചിന്ത ബാപ്പയിൽ വന്നപ്പോൾ ബാപ്പ വീണ്ടും ഒരു കല്യാണം കഴിച്ചു. അപ്പോഴും ഉമ്മ അനുസരിച്ചിരിക്കണം. ഇതൊക്കെ കണ്ടു വളർന്ന നുജൂദിനെ എങ്ങനെയാണ് തൻ്റെ വിവാഹ ജീവിതം, വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അവൾക്ക് അറിയില്ലെങ്കിലും അതിനുശേഷമുള്ള ജീവിതം വളരെ ദുരിതപൂർണമാണെന്ന് അവൾക്ക് മനസ്സിലായി കാണണം. കല്യാണം കഴിഞ്ഞ് അവൾ ഭർതൃവീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ നടക്കുന്ന പീഡനങ്ങളുടെയും മാനസികമായും ശാരീരികമായും നടക്കുന്ന പീഡനങ്ങൾ നമ്മൾ ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ശരിക്കും നമ്മുടെ നെഞ്ച് തകർന്നു പോകും. 10 വയസ്സുള്ളൊരു കുട്ടി. ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ മകളുടെ പ്രായമാണ് നുജൂദിന്. ഞാൻ ചിന്തിച്ചു പോയി, 10 വയസ്സുള്ള ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിൽ, അതും ഭർത്താവും സഹോദരന്മാരും ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ താമസിക്കുന്ന, ഭർത്താവിൻ്റെ പെങ്ങളുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവൊക്കെ താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട വരുന്ന ചെറിയൊരു പെൺകുട്ടി. തൻ്റെ ഭർത്താവിൻ്റെ മറ്റു ഭാര്യമാരും ആ കൂട്ടത്തിലുണ്ട്. എങ്ങനെയായിരിക്കും നുജൂദ് അത് ഫേസ് ചെയ്തിട്ടുണ്ടാവുക? ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവൾ മനസ്സിലാക്കുന്നുണ്ട്, താൻ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് വിവാഹത്തിന് മുമ്പേ ചിന്തിച്ചുവോ അത് വളരെ ശരിയാണ്. എല്ലാവരുടെയും ജീവിതം യമനിലെ ഈ ഖാർജി എന്ന കുഞ്ഞു ഗ്രാമത്തിൽ, അല്ലെങ്കിൽ യമനിലെ സ്ത്രീകളുടെ ജീവിതം ഏകദേശം ഒരുപോലെയാണെന്ന് ആ കുഞ്ഞു മനസ്സിൽ മുദ്രകുത്തിയതുപോലെ പതിഞ്ഞിട്ടുണ്ട്. പിന്നീട് അവൾ ചിന്തിച്ചത് മുഴുവനും തനിക്കിവിടുന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമായിരുന്നു. തൻ്റെ ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ ആ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നും പടികടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്നവർ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്ന് മാത്രമായിരുന്നു ചിന്ത. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് അവൾക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നിയത്. ദിവസങ്ങളോളം കരഞ്ഞ് കാല് പിടിച്ച് ഭർത്താവിനോട് അനുവാദം ചോദിച്ചു. അപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞിരുന്നില്ല. അവളെ മൃഗീയമായി പീഡിപ്പിക്കുക മാത്രമായിരുന്നു അയാൾ ആനന്ദം കണ്ടെത്തിയിരുന്നത്. ഈ പുസ്തകത്തിൽ അങ്ങനെ ഒരു അധ്യായമുണ്ട്, അവൾ ആ ഭർതൃവീട്ടിൽ സഹിക്കുന്ന യാതനകളുടെ അധ്യായം. അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെ നമുക്ക് തന്നെ അത് പിച്ചി ചീന്തുകയാണോ എന്ന് തോന്നിപ്പോകും. അത്രമേൽ കടുപ്പമേറിയ ഒരു അധ്യായമായിരുന്നു അത്. അത് വായിക്കുമ്പോൾ അറിയാതെ നമ്മുടെ കൺകോണുകളിൽ കണ്ണുനീർ തഴുകും. പിന്നീട് ഒരു ദിവസം ഇവളുടെ യാതനകളിലും കരച്ചിലിൻ്റെയും അവസാനം ഭർത്താവ് 2 ദിവസത്തേക്കെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അനുവാദം കൊടുക്കുകയാണ്. വീട്ടിലെത്തിയ നാളു മുതൽ അവൾ ചിന്തിച്ചത് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്നാണ്. അങ്ങനെ 2 ദിവസത്തെ അനുവാദം കിട്ടിയ അവൾ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കാനുള്ള അനുവാദം ബാപ്പ വഴി ചോദിക്കുകയാണ്. ആ ദിവസങ്ങളെല്ലാം ഇവൾ മെനഞ്ഞുകൂട്ടിയത് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമാണ്. ആ ഒരു സാഹചര്യത്തിൽ തനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വീട്ടിലെ ആരോടും പറ്റില്ല എന്നവൾക്കറിയാം. അതുകൊണ്ട് തൻ്റെ ഉപ്പയുടെ 2ാം ഭാര്യയായ ദൗലയുടെ അടുത്ത് കുറച്ച് അകലെയുള്ള പട്ടണത്തിൽ, അവർ താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്നും കുറച്ച് അകലെയുള്ള പട്ടണത്തിൽ തൻ്റെ കുഞ്ഞു കാലുകൾ കൊണ്ട് നടന്നവൾ ദൗലയെ സമീപിക്കുകയാണ്. ദൗലയോട് അവൾ സങ്കടങ്ങൾ പറയുകയാണ്. അപ്പോഴാണ് ദൗല അവൾക്കൊരു പ്രതീക്ഷയുടെ കനൽ കൊടുക്കുന്നത്. ഇതിന് പറ്റിയൊരിടം എനിക്കറിയുന്നതുണ്ട്, കോടതി. നിൻ്റെ ഈ പ്രശ്നം തീർക്കാൻ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, കോടതി. നീ കോടതിയെ സമീപിക്കുക. ഇതുവരെ ജീവിതത്തിൽ കേൾക്കാത്തൊരു വാക്ക് കേട്ട പോലെയാണ് നുജൂദ് തലപൊക്കി നോക്കിയത്. കോടതിയോ? എന്താണത്? അതെ, കോടതി. നിനക്ക് കോടതിയിൽ മാത്രമേ നീതി കിട്ടുകയുള്ളൂ. ദൗലത്ത് അന്ന് പറഞ്ഞ ആ വാക്കുകളിൽ നിന്നാണ് കോടതി എന്ന ആ ഒരു വാക്ക് അവളുടെ മനസ്സിൽ മുദ്രകുത്തിയത്. പിന്നീട് അവൾ കോടതിയിലെത്താനുള്ള വഴികളും അതിലേക്ക് വേണ്ട തുകയും ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നീട് ഒരു ദിവസം ഉമ്മ ഭക്ഷണം ആവാത്തത് കൊണ്ട് ബാപ്പ തിരിച്ചു വരുമ്പോഴേക്കും കറി മാത്രമേ ആയിട്ടുള്ളൂ. ആ ഭക്ഷണം എത്തിക്കേണ്ട ആ ഒരു വെപ്രാളത്തിനിടയിൽ അവളുടെ കയ്യിൽ കുറച്ച് നാണയത്തുട്ടുകൾ കൊടുത്തിട്ട് പറയാണ്, കടയിലെ അല്ലെങ്കിൽ ആ ഒരു തെരുവിൻ്റെ ആ ഒരു അറ്റത്തുള്ള കടയിൽ പോയി റൊട്ടി വാങ്ങിയിട്ട് വരാൻ. റൊട്ടി വാങ്ങാൻ പോയ അവൾ നേരെ റൊട്ടിക്കടയിലേക്ക് പോകാതെ തിരിഞ്ഞ് പട്ടണത്തിൻ്റെ വീതിയിലേക്ക് ഇറങ്ങുകയാണ്. അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് അവൾ നേരെ കോടതി മുറ്റത്തേക്കും. അങ്ങനെ നുജൂദ് കോടതി മുറ്റത്തെത്തുകയാണ്. കറുത്ത കോട്ടുകൾ ധരിച്ച ഒരുപാട് ബാരിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വക്കീലന്മാർ, ഒരുപാട് പേർ ആ കോടതി മുറ്റത്തുണ്ട്. ആ മൈതാനത്ത് ഒറ്റപ്പെട്ടു പോയ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ആകാശത്ത് നോക്കിയപ്പോൾ സൂര്യൻ തന്നെ നോക്കി കൊഞ്ഞനം കുത്തുകയാണോ എന്ന് അവൾക്ക് തോന്നി. ആരോട് സമീപിക്കും, ആരെ പോയി സമീപിക്കും, ആരോട് എന്ത് ചോദിക്കും എന്ന് പോലും അവൾക്കറിയില്ല. പക്ഷെ ആ മുറ്റത്ത് നിന്ന് അവൾ എല്ലാവരുടെയും കണ്ണുകളിൽ പ്രതീക്ഷയോടെ നോക്കുകയാണ്. അപ്പോഴാണ് തെക്കിത്തിരക്കി വരുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽപ്പെട്ട് അവൾ തടഞ്ഞു വീഴുന്നത്. ആ തടഞ്ഞു വീഴൽ അവളെ എടുത്തുയർത്തുന്നത് ഒരു സ്ത്രീയാണ്.
അവൾ പെട്ടെന്ന് ഈ കുഞ്ഞു കണ്ണുകൾ നോക്കി ചോദിച്ചു, മോൾ എന്താ ഇവിടെ, എന്താ വേണ്ടത്? അപ്പോഴാണ് അവൾ എല്ലാ ധൈര്യവും സംഭരിച്ച് പറഞ്ഞു, എനിക്ക് ജഡ്ജിയെ കാണണം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന്, എനിക്ക് ജഡ്ജിയെ കാണണം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന്, നമ്മളിത് വായിക്കുന്നത് പുസ്തകമാണെങ്കിലും അക്ഷരങ്ങളാണെങ്കിലും വായിക്കുന്ന ഏതൊരു വായനക്കാരനും അതുവരെ വായിച്ചു പോകുന്ന ആ ഒരു മൊമെൻ്റ് എത്തുമ്പോൾ നമ്മൾ തന്നെ അത് ഫീൽ ചെയ്യും. അവൾ എത്രത്തോളം ഗാഢമായിട്ടാണ്, അവൾ എത്രത്തോളം ധൈര്യത്തോടെയാണ് ആ ഒരു വാക്ക് പറഞ്ഞൊപ്പിച്ചത് എന്ന്. അപ്പോൾ ആ ഒരു അഭിഭാഷിക ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരുപാട് ജഡ്ജിമാരുണ്ടല്ലോ, മോൾക്ക് ആരെയാണ് കാണേണ്ടത്? അവൾ പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും ഒരു ജഡ്ജിയെ കണ്ടാൽ മതി. അന്ന് ഷദ നസർ എന്ന ആ ഒരു അഭിഭാഷക അവളെ കൂട്ടി കോടതി മുറിയിൽ അന്ന് പല കേസുകളുടെയും ട്രയൽ നടക്കുന്ന കോടതി മുറിയിൽ അവളെ കൊണ്ടുപോയി ഇരുത്തി. വൈകുന്നേരം വരെ ആ കേസുകൾ അവൾ നോക്കിക്കണ്ടു. പക്ഷെ അവളുടെ മനസ്സിൽ മുഴുവനും ഉണ്ടായിരുന്നത് തനിക്ക് വിവാഹമോചനം വേണം. 10 വയസ്സായ നുജൂദ് അങ്ങനെ ജഡ്ജിയെ കാണുകയാണ്. ജഡ്ജി ചോദിച്ചു, എന്താ മോളെ ഇവിടെ, എന്താ മോൾക്ക് വേണ്ടത്? എനിക്ക് വിവാഹമോചനം വേണം. ഒരു നിമിഷം കേട്ടത് എന്താണെന്ന് അറിയാതെ ജഡ്ജി തല ഉയർത്തി നോക്കി. എന്താ പറഞ്ഞത്? അതെ, എനിക്ക് വിവാഹമോചനം വേണം. അതിന് നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? ജഡ്ജിന് ആ ഒരു ആശ്ചര്യം പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ പറഞ്ഞു, അതെ, 2008 ഫെബ്രുവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് നുജൂദിൻ്റെ നിയമ പോരാട്ടമാണ്. തൻ്റെ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള, ബാല്യത്തിൻ്റെയും പിന്നീടുള്ള കൗമാരത്തിൻ്റെയും ജീവിതം ജീവിച്ചു തീർക്കാനുള്ള നിയമ പോരാട്ടം. ഒരുപാട് യാതനകളും ഒരുപാട് പ്രശ്നങ്ങളുടെയും നടുവിലൂടെ നുജൂദ് മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് കൂട്ടായി നിന്നത് ആ ഒരു കോടതിയിലെ ജഡ്ജും ഷദ നസീർ എന്ന അഭിഭാഷകയുമാണ്. തന്നെ കോടതി മുറ്റത്ത് നിന്നും കരകയറ്റിയ ആ ഒരു അഭിഭാഷക പിന്നീട് അവളുടെ ആരെല്ലാമോ ആയി തീർന്നു. ഈ ഒരു കഥ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു കഥ ഞാൻ വായിച്ച് നിങ്ങളോട് പറയുന്നത് ഇത് വായിച്ച് തന്നെ മനസ്സിലാക്കണം. കാരണം ഇതിലെ ഓരോ വരികളും നുജൂദിൻ്റെ യാതനയാണ്. യമനിലെ സ്ത്രീകളുടെ യാതനയും പറയാതെ പറയപ്പെടുന്ന നൊമ്പരങ്ങളുമാണ്. ഒന്നിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ അനുവാദമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ച സ്ത്രീകളുടെ കണ്ണീരാണ് ഈ ഒരു പുസ്തകം. ഏപ്രിൽ 15, 2008 ആ സുദിനം വന്നെത്തി. അവൾ വിവാഹമോചിതയായി. വിവാഹമോചനത്തിന് ശേഷം ഒരുപാട് അവാർഡുകളും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിലും നുജൂദ് പങ്കെടുത്തു. തൻ്റെ നാട്ടിൻ്റെ അനീതികളെ തുറന്നു കാണിച്ച ധൈര്യത്തിൻ്റെ പ്രതിബിംബമായി നുജൂദിനെ കണക്കാക്കി. പക്ഷേ നുജൂദ് അനുഭവിച്ച യാതനകൾ നമുക്ക് മറക്കാനാവില്ല. അത് ഈ പുസ്തകത്തിലുടനീളമുണ്ട്. കുറേ ദിവസത്തിന് ശേഷം ഷദ അവളെ കാണാൻ പോകുന്ന ഒരു രംഗം പറയുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഷദ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് വേണം നുജൂദ്? എനിക്ക് കുറച്ച് പുതിയ കളിപ്പാട്ടങ്ങൾ വേണം, ചോക്ലേറ്റും കേക്കും വേണം. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഈ ഒരു വരി വായിക്കുമ്പോൾ ഞാൻ ശരിക്കും സ്തംഭിച്ച് നിന്ന് പോയിട്ടുണ്ട്. കാരണം അതിൻ്റെ മുമ്പിലത്തെ ഈ അധ്യായങ്ങളിലൊക്കെ അവൾ അനുഭവിച്ച യാതനകളും അവൾ രാത്രിയിൽ കരഞ്ഞു തീർത്ത കണ്ണീരും മാത്രമാണ്. ഇങ്ങനെ കരഞ്ഞു തീർത്ത ഒരു പെൺകുട്ടിയിൽ നിന്ന് ഇത്രയും ആഗ്രഹങ്ങളുള്ള ബാല്യത്തിൻ്റെ കുഞ്ഞാഗ്രഹങ്ങൾ, നമ്മൾ മല പോലെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ചോക്ലേറ്റ് വേണം, കളർ പെൻസിൽ വേണം, പുസ്തകം വേണം, എനിക്ക് പഠിക്കണം, എനിക്ക് വരക്കണം എന്നിങ്ങനെ കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമുള്ളൊരു കുഞ്ഞു പെൺകുട്ടി മാത്രമാണ് നുജൂദ് എന്ന് നമുക്ക് കാട്ടിത്തരുന്ന ഒരു രംഗം കൂടിയാണിത്. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ കണ്ണിൽ ഒരു കണ്ണീർ പടവ് നമ്മുടെ നേർക്ക് വന്നു തീരും. നുജൂദ് 10 വയസ്സ്, വിവാഹമോചിത. എല്ലാവരും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഈ ഒരു യമനി പുസ്തകം വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ ദിസ് ഈസ് റസീന സൈനിങ് ഓഫ്.